ാനുള്ള നല്ല വാക്കുകൾ കർത്താവ് നമുക്ക് പ്രിയമാതാവിൽ കൂടെ നീണ്ട അവസരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ പാർത്ത് വളരെ പ്രത്യാശയോടെ ആ ജീവിതം അവസാനിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് മാതാവ് കാഴ്ചവെച്ചത്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഇടയ്ക്ക് വെച്ചെങ്ങും ബ്രേക്കായില്ല, വിശ്വാസത്തിന് ത്യാഗം സംഭവിച്ചിട്ടില്ല. എല്ലാം നല്ല വിശ്വാസത്തിന്റെ പോർ പൊരുതി, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശേഷമേലത്തെ ഭവനങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. മുണ്ടമ്പാറ ദൈവ സഭയ്ക്ക് ശേഷാൽ ഗുരുതാമണ്ണ ദേശത്തിനൊരിക്കലും മറക്കാൻ പറ്റാത്ത കുടുംബമാണ് മേലത്ത് കുടുംബ. ശേഷാല് നമ്മുടെ അമ്മച്ചിക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ആ ബുക്ക്ലെറ്റിൽ നമ്മൾ ചേറി 85 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലും അതിലേറിയ പങ്കും 57 വർഷവും ജീവിച്ചത് ആ മുണ്ടമ്പാറ ദേശത്താണ്. അവിടെ കർത്താവിനെ ആരാധിച്ചു, കർത്താവിനെ അവിടെ സേവിച്ചു. അവിടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിപ്പാൻ ആ കുടുംബങ്ങൾക്ക് ദൈവം അവസരം കൊടുത്തതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചില നാളുകളെയായുള്ള ഇവിടെ പാർക്കാനായിട്ട് തുടങ്ങിയുള്ളെങ്കിലും ആ ഏറിയ പങ്ക് അവിടെ പാർത്ത് കർത്താവിനെ സേവിപ്പാനിടയാക്കിയതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാരൊക്കെ ആ കുടുംബവിശേഷാൽ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ ആ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ മാത്യു കോശി പാസ്റ്റർ ഇവിടെ കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. നീണ്ട 9 വർഷം ആ സഭയിൽ ശുശ്രൂഷിപ്പാൻ അവസരം കർത്താവ് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞാനവിടെ ശുശ്രൂഷിക്കുന്നെങ്കിലും ദൈവദാസനൊക്കെ ഒത്തിരി ആ മാതാവിൻ്റെയൊക്കെ ശുശ്രൂഷകൾ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ അനുഭവിപ്പാൻ ദൈവദാസൻ മാത്രമല്ല ഇവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ കർത്താവിന്റെ നാമത്തെ ദൈവദാസന്മാരെ വളരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സേവിക്കുകയും അവരെയൊക്കെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ തരുണത്തിൽ ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ശാരീരികമായിട്ടൊക്കെ ഭാരപ്പെട്ട സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് ഒത്തിരി ഞങ്ങൾ സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. മാതാവ് കർത്താവിന്റെ ദാസന്മാരുടെയൊക്കെ സ്തോത്രം അവരെ വസ്ത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത് അത്ര കർത്താവിനെ വളരെ ആത്മാർത്ഥമായിട്ട് സേവിപ്പാനുള്ള ഒരു നല്ല അവസരം കർത്താവ് കൊടുത്തതിൽ ഈ സമയം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ വാക്കിനെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. വളരെ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തല്ലോ. നമുക്ക് ദുഃഖിക്കേണ്ട യാതൊരു അവസരമില്ല. ഒത്തിരി പ്രത്യാശ, ഒത്തിരി ഓർമ്മിക്കാൻ നല്ല അവസരങ്ങൾ, ഒത്തിരി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പിന്തുടരേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടാണ് മാതാവ് കടന്നു പോയിരിക്കുന്നത്. കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വിശേഷാൽ പാസ്റ്ററായിട്ട് കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ സെന്റർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദിവസങ്ങൾ അവസരം തരും. ഞങ്ങൾ വളരെ ആത്മാർത്ഥം ഒരു മൂത്ത സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. അതുപോലെ രാജാനും സാങ്കുട്ടിച്ചാനെ ശേഷാൽ നമ്മുടെ ജോയിച്ചാൻ കുടുംബമായിട്ട് മുണ്ടമ്പാറയിൽ പാർത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ കർത്താവിന്റെ സഭയിൽ കർത്താവിനെ ആരാധിക്കും. സർവശക്തനായ ദൈവം അതുപോലെ സഹോദരിമാർ ആന്റിമാരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം മുണ്ടമ്പാറയിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്, ദേശത്തു നിന്നൊക്കെ കടന്നു വന്നിട്ട് എല്ലാവരെയും ഈ സമയം ഓർത്ത് മുണ്ടമ്പാറ സിയോൻ ദൈവസഭയുടെ എല്ലാവിധമായ പ്രത്യാശയും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. എനിക്ക് മുൻപേ സംസാരിച്ച കർത്താവിൻ്റെ ദാസന്മാരൊക്കെ പറഞ്ഞ വാക്കുകളൊന്നും അധികമായിട്ടില്ല. പ്രത്യേകാൽ മുണ്ടൻപാറ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ് മേലത്തെ ഭവനങ്ങൾ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ചേട്ടൻ അനിയൻ, അനിയത്തി, ചേട്ടൻ, ഇപ്പോൾ ചേട്ടത്തി, 4 പേര് അവർ ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് അവർ പ്രിയം വെച്ച കർത്തൃസന്നിധി ചേർക്കപ്പെടുവാനിടെ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇവിടുത്തെ പ്രിയ അപ്പച്ചൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് ഏകദേശം 1 വർഷത്തോളം ആകുന്നു. എന്നാൽ അതിലൊട്ടും മുൻപോട്ട് പോകാതെ പ്രിയ മാതാവും താൻ പ്രിയം വെച്ച കർത്തൃസന്നിധി ചേർക്കപ്പെടുവാനിടയായല്ലോ. അവര് ഹൃദയം കൊണ്ട് വളരെ അടുപ്പം, ആത്മാർത്ഥമായൊരു ബന്ധം അവർക്കുണ്ടായിരുന്നു. ദൈവമക്കളെ സ്നേഹിപ്പാൻ നല്ലൊരു ഹൃദയം പ്രിയ മാതാപിതാക്കൾക്ക് കർത്താവ് കൊടുത്തു. അവിടെ കടന്നു വന്ന ഒത്തിരി കർത്തൃദാസന്മാരുണ്ടെങ്കിൽ അവരിലൊക്കെ ഒത്തിരി സ്നേഹം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു.
കാരണം ഞാനവിടെ ദീർഘമായ ചില വർഷങ്ങൾ അവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകി. പ്രിയ മാതാപിതാക്കളുടെ വളരെ ആർദ്രമായ സ്നേഹത്തെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നവർ മാത്രമല്ല, ഞാൻ ഓർക്കുകയുണ്ടായി. ഈ നല്ല ഒരു ആത്മീയ ഗൃഹം കെട്ടുപണി ചെയ്യുവാൻ പ്രിയ മാതാപിതാക്കൾക്ക് ദൈവം ഭാഗ്യമൊരുക്കി. അതുപോലെ തന്നെ ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നവരാണ് അവിടെയുള്ള തലമുറകൾ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെയധികം കഷ്ടപ്പെടുവാനോ ബന്ധപ്പെടുവാനോ ഇടയാകാതെ ചുരുക്കം ചില നാളുകൾക്കിടയ്ക്ക് കിടക്കുവാൻ, അത് ദൈവത്തോടടുക്കുവാൻ ഒക്കെ ദൈവം അവസരം നൽകി. കഴിഞ്ഞ ഞായറാഴ്ച സന്ധ്യയ്ക്ക് ഞാൻ വന്ന് കാണുമ്പോൾ കണ്ണടച്ച് ഒന്ന് സംസാരിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച പ്രഭാതത്തിൽ താൻ പ്രിയമാതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നറിയുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾക്ക് തലമുറകളിൽ നിന്നുള്ള വളരെയധികമായ സ്നേഹം അനുഭവിപ്പാനും ആ ശുശ്രൂഷ കരുതലുകൾ ഒക്കെ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. അതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ഭൂമിയിൽ തലമുറകളെ, കൊച്ചുമക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണുമെന്നുള്ള ആ നല്ല അനുഭവത്തോടെ ജീവിപ്പാൻ പ്രിയ മാതാപിതാക്കൾക്ക് ദൈവം ഭാഗ്യം കൊടുത്തല്ലോ. ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ദൈവമക്കൾക്കും ഒക്കെ വളരെ പ്രയോജനമായി ജീവിച്ച പ്രിയ മാതാപിതാക്കളുടെ ക്രിസ്തീയ ജീവിതം നമുക്കൊരു നല്ല മാതൃകയാണ്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ പ്രിയ സഹോദരങ്ങള്, അവരുടെ എല്ലാം, ഞാൻ പേരുകൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല, അവരുടെ എല്ലാ കരുതലുകളും സ്നേഹങ്ങളും നന്ദിയോടെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാക്കന്മാരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നൊരു വാക്ക് ഞാനിവിടെ ഉദ്ധരിച്ച് ഞാൻ നിർത്തുന്നു. പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരെക്കുറിച്ചൊക്കെ അവരുടെ മരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്നത് അവരെല്ലാവരും അവർ തന്റെ പിതാക്കന്മാരുടെ സന്നിധിയിൽ ചെന്ന് ചേർന്നു എന്നാണ്. ചെന്ന് ചേർന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കെങ്ങും വെച്ച് മിസ്സായി പോകാതെ അവർ ലക്ഷ്യം വെച്ച ആ സ്ഥാനത്ത് അവർ ചെന്ന് ചേർന്നു. പ്രിയ സ്നേഹിതരെ, ഈ മാതാവിനോടുള്ള ബന്ധത്തിൽ നമ്മളെല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പ്രിയം വെച്ച കർത്താവിനോട് ചെന്ന് ചേരാൻ ഇടയ്ക്കെങ്ങും വെച്ച് മിസ്സായി പോകാതെ പ്രിയ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ആദ്യ വിശ്വാസം, ആ സ്വീകരിച്ച വിശ്വാസം, ഏറ്റുപറഞ്ഞ വിശ്വാസം, അവസാനത്തോളം അതിനുവേണ്ടി നിലനിന്ന് അതിൽ ആ മരിക്കുവാൻ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം നല്ല അവസരം കൊടുത്തല്ലോ. എല്ലാറ്റിനായി പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് വാത്സല്യ കുടുംബത്തിൽ പ്രിയ മക്കളെ, അവർ 8 പേരെയും പ്രത്യേകിച്ച് അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഉത്തരോത്തരം വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങളോടൊക്കെ കാണിച്ച എല്ലാ സ്നേഹത്തിനും ആഴമായ നന്ദിയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് അല്പം ഇതിന്റെ സമാപനം വരെ എനിക്ക് നിൽക്കാനായിട്ട് കഴിയുകയില്ല. ചർച്ചിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞിന്റെ പ്രതിഷ്ഠ ശുശ്രൂഷ നടക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകണമില്ലെങ്കിൽ ഞാൻ അതിന്റെ സമാപനം വരെ ഞാൻ നിൽക്കുമായിരുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കായംകുളം എബനേസർ ചർച്ചിന്റെ, ഞങ്ങളുടെ സഭയുടെ മുഴുവനായിട്ടുള്ള എല്ലാവരുടെയും പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള പ്രത്യാശയുടെ വചനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം. മരണം മനുഷ്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യ സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവസരം ലഭിച്ച ഒരു മാതാവാണ് നമ്മുടെ മുമ്പിൽ. ആ ഒരനുഭവം കൊണ്ട് അനുഗ്രഹീതമായ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ തൻ്റെ തലമുറകൾക്ക് ദൈവം അവസരം നൽകി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെക്കാൾ ഉപരി ഈ ഭവനാന്തരീക്ഷം പല ആവർത്തി വന്ന് എനിക്ക് മനസ്സിലാക്കുവാനും പല ആവർത്തി പ്രാർത്ഥിപ്പാനും ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് മാതാവിനെ കരുതുന്ന, ഏറ്റവും മാതാവിനെ സ്നേഹിക്കുന്ന മക്കളുടെ കരുതൽ ഈ ഭൂമിയിൽ ദൈവവചനപ്രകാരം ദൈവം വച്ചിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ലഭ്യമാകുവാൻ അവസരം ലഭിച്ചൊരു മാതാവാണ്. തിരിച്ചും അതുപോലെ തന്നെ മക്കളെ കരുതുവാൻ, മക്കളെ സ്നേഹിക്കുവാൻ ആ നിലകളിലായിരുന്ന ഒരാത്മിക അന്തരീക്ഷമായിരുന്നു ഈ തലമുറകളുടെ ഇടയിൽ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. അതെ, ഈ പ്രിയ മാതാവ് നൽകിയ ആ അനുഗ്രഹീതമായ ആ നല്ല കാൽവയ്പ്പുകൾ
ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ എല്ലാവരും ഒരുമനപ്പെട്ട ആ നിലകളിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം എല്ലാവിധ അവസരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തെങ്കാശി IPC സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ റജി അവറുകൾ, മറ്റ് അദ്ദേഹത്തിന്റെ വൈഫ്, കുഞ്ഞുങ്ങളെല്ലാം എല്ലാവിധ ആശ്വാസങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. കോയറൊരു ചരണം പാടും. വാചാലമായി തോരാതെ സംസാരിക്കുവാൻ ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ സമയത്തിന്റെ അപര്യാപ്തത നമ്മൾ മനസ്സിലാക്കണം. കർത്തുദാസന്മാരും പ്രിയപ്പെട്ടവരൊക്കെ ഈയിടെ അഹൂജ കമ്പനിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക് വിറ്റിരിക്കപ്പെട്ടത് കേരളത്തിലാണ്. സംഗതി മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് സമയം ഷോർട്ടായി കട്ട് ചെയ്ത് സംസാരിക്കണം. തുടർന്ന് പാസ്റ്റർമാരായ സണ്ണി പി സാം, MK ജോസഫ്, രാജച്ചാന്റെ ഫാദർലോ ഉണ്ണിച്ചായൻ, പാസ്റ്റർ ഫിലിപ്പോസ് സിംഗപ്പൂർ തുടങ്ങിയ സംസാരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില തലമുറകളായിട്ട് സുവിശേഷത്തിന് വേണ്ടി വളരെ വില കൊടുത്ത ഒരു കുടുംബത്തിലെ പ്രിയ മാതാവാണ് നമ്മുടെ മുമ്പിൽ വിശ്രമിക്കുന്നത്. സുവിശേഷം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് വളരെ വാചാലമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. എന്നാൽ അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. തൻ്റെ ആയുസ്സിൽ കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന് വേണ്ടി നിലനിന്ന്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നന്നായിട്ട് വാരി ചെലവഴിച്ച്, തലമുറകളെ ആ നിലയിൽ അഭ്യസിപ്പിച്ച്, നല്ല സാക്ഷ്യം പ്രാപിച്ച്, നല്ല സ്വീകാര്യം പ്രാപിച്ച് നമ്മിൽ നിന്ന് പ്രിയമാതാവ് കടന്നു പോകാൻ ഗുണം ഇടയായി തീർന്നു. ഇമ്പങ്ങളുടെ പർദീസയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ പ്രിയമാതാവിന്റെ ഭൗതിക ശരീരത്തിന് നമുക്ക് യാത്രയപ്പ് നൽകാം. എൻ്റെ പ്രിയ സ്നേഹിതൻ റജി പാസ്റ്റർ, മറ്റ് സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മണ്ണാറക്കുളഞ്ഞി ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രത്യാശയും ദുഃഖവും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ദുഃഖത്തിലായിരിക്കുന്ന സ്വന്തക്കാർ, ബന്ധുക്കൾ, ബന്ധുമിത്രാദി ചാർച്ചക്കാർ, പേരിലായിരിക്കുന്ന ദൈവദാസന്മാർ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കട്ടെ. ഈ നമ്മളെ വിട്ട് വാങ്ങിപ്പോയ ഈ പ്രിയ മാതാവിനെ ഒരു 22 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ മാതാവിനെ കണ്ട നാൾ മുതൽ തമ്മിലുള്ള ആത്മീയ സ്നേഹബന്ധം ഒരു മാതാവിനെ പോലെ, സ്തോത്രം, ഒരു മാതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഏത് സമയത്ത് എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് അരികിൽ വന്ന് കയ്യിൽ പിടിച്ച് കാര്യങ്ങളൊക്കെയും ചോദിക്കുകയും എല്ലാ വിവരങ്ങൾ ആരായുകയും ചെയ്യുന്ന ഒരു പ്രിയ വാത്സല്യ മാതാവായിരുന്നു. എന്നാൽ ഈ ലോകത്തിൽ ദൈവം മനുഷ്യന് ജനനവും മരണവും ന്യായവിധിയും ദൈവം കൽപ്പിച്ചിരിക്കുക. അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് ഈ ലോകത്തിൽ ഈ പ്രിയമാതാവിന് ജനിപ്പാൻ ഭാഗ്യം കൊടുത്തു. ദീർഘ 85 വർഷക്കാലം ഈ ലോകത്തിൽ കഷ്ടതകളിൽ കൂടി, അത് പ്രയാസങ്ങൾ കൂടി, പ്രതികൂലങ്ങൾ കൂടി, എന്നാൽ നല്ല ഒരു സ്തോത്രം അന്ത്യം കണ്ട് സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ദൈവം പ്രിയ മാതാവിനും പ്രിയ പിതാവിനും ഈ ലോകത്തിൽ ഒരുക്കിയ സമയത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. മക്കളെ സ്നേഹിപ്പാൻ, മക്കൾക്ക് ആ പ്രിയ മാതാവിനെ പിതാവിനെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം അവർക്ക് ഒരുക്കിക്കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾ ശാരീരികമായി സൗഖ്യമില്ലാതെ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരുന്ന സമയത്തും വളരെ മെത്തരമായ രീതിയിൽ പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാൻ പ്രിയ മക്കൾക്ക് കൊടുത്ത ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ മാത്രമല്ല, ദൈവമക്കളെയും എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, ഒരുപോലെ സ്നേഹിപ്പാൻ പ്രിയ മാതാവിനും പിതാവിനും ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്കുകളെ കൂടുതൽ എടുക്കുന്നില്ല. ദൈവ സമയത്തെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ വാത്സല്യ മക്കള്, അത് സ്തോത്രം, അവരുടെ ഹൃദയത്തെ, അവരുടെ മനസ്സിനെ ദൈവം ആശ്വാസവും സമാധാനവും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ അനുശോചനവും ദുഃഖവും, ഞങ്ങളുടെ കുടുംബപരമായ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാന്റെ ഫാദർ ലോ ഉണ്ണിച്ചായൻ, അതിനുശേഷം പാസ്റ്റർ ഫിലിപ്പോ സിംഗപ്പൂർ ഒരു വാക്ക് പറയും. വികാരം മുറ്റുമ്പോൾ വാക്കുകൾ വിരളമാകും. എന്തെങ്കിലും പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ മൂത്ത മകളുടെ ഭർത്താവിൻ്റെ മാതാവാണ് ഇന്ന് ഈ കാഴ്ച ഭീകരവും ഭയങ്കരവും. എങ്ങനെ ജീവിച്ചു, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു അതിന് ഉദാഹരണമാണ് ഈ മാതാവ്. എനിക്കറിയാം, നേരത്ത് മുണ്ടമ്പാറ നേരത്ത് ഭവനം അവിടെ ആ ദേശക്കാരുടെ ഒരു ഇടത്താവളമായിരുന്നു. തീർത്തും പിച്ചാറൽ തോട്ടത്തിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് മുഴുവൻ കൊടും വനമായിരുന്നു. അത് മുഴുവൻ വെട്ടിത്തെളിച്ച് പിച്ചാറ് മുതൽ കിഴക്കോട്ട് ആങ്ങുമൊഴി എല്ലാം വെട്ടിത്തെളിച്ച് മുണ്ടമ്പാറ കൃഷി തുടങ്ങി കാലത്ത് വേറിയതാണ് നേരത്തെ അപ്പന്. അവരവിടെ താമസിച്ചു. ചെല്ലുന്നവർക്കെല്ലാം ഒരു ഇടത്താവളം. ആര് ചെന്നാലും ഒരു കരുണയുള്ള മാതാവായിരുന്നു. സ്നേഹവും കരുണയും. ആര് ചെന്നാലും അവിടെ ചെന്ന് വെള്ളം കുടിക്കാതെയും വിശപ്പടക്കാതെയും പോവുകയില്ല. ചിറ്റാർച്ചിയിൽ മുണ്ടന്മാറിൽ നിന്നൊരു ചുമട്ട് ചുമ ചിറ്റാർച്ചി വന്നിട്ട് ചിറ്റാർച്ചിയിൽ നിന്നൊരു ചുമട്ടും ചുമ്മയാണ് അങ്ങോട്ട് പോകുന്നത്. വണ്ടിയില്ല, വാഹനമൊന്നും ഇല്ലാതെ പോകുന്ന കാലം മുതൽ അവർ പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ചിറ്റാർച്ചിയിൽ തിരിക്കുമ്പോഴേ നമുക്ക് മേലഞ്ച് വെള്ളം കുടിക്കാം എന്ന് ചിന്തിച്ചും കൊണ്ടാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോഴെല്ലാം വീടുകളിൽ ചെന്ന് ആ ചെല്ലുന്നവരെ മുഴുവൻ അകത്ത് ചെന്നവരെയും പ്രവേശിക്കുന്നവരെല്ലാം ശുശ്രൂഷിക്കുകയും അവരുടെ വേണ്ടുന്നതെല്ലാം ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. മറ്റുള്ളവരോടൊരു കരുണയും സ്നേഹവും നിറഞ്ഞ ഒരു മാതാവ് നമ്മളെ വിട്ടുപോയിരുന്നു. അതിയായ വേദനയുണ്ട്. ആ വേദനയെ ദുഃഖത്തോടുകൂടെ ഞാൻ പങ്കുചേരുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് പ്രിയമ്മച്ചി. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആദ്യമേ എൻ്റെ മാതാവ് മരിച്ചു, പിന്നെ എൻ്റെ പിതാവ് മരിച്ചു, പിന്നെ അപ്പച്ച മരിച്ചു,
നാലാമതാണ് പ്രിയ മാതാവും. ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. ഈ ഭൂമിയിലല്ല ഞങ്ങളുടെ പ്രത്യാശ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യപ്രത്യാശ ലഭിച്ചതിനാൽ ഈ ദുഃഖങ്ങളൊക്കെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം തന്നു. അതിനെ അഭിമുഖിപ്പാൻ കർത്താവ് ധൈര്യം തരുന്നു. എല്ലാറ്റിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ച രാവിലെ ഞാനും കുടുംബത്തോട് പ്രാർത്ഥിപ്പാൻ എഴുന്നേറ്റിരുന്നപ്പോൾ സാധാരണ പ്രഭാത ഗീതമാണ് പാടുന്നത്. അന്ന് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിച്ച് ഒരു മരണപ്പാട്ടാണ് പാടിയത്. ഒരിക്കൽ നാം മരിക്കും, എല്ലാവരും മരിക്കുവാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ള പാട്ട് പാടി. എൻ്റെ ഭാര്യ ചോദിച്ചു, എന്താണ് ഈ പാട്ട് പാടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ പാട്ട് പാടിയാൽ എനിക്ക് ഒന്നും കേൾപ്പാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ആത്മാവ് അങ്ങനെ എന്നെ തോന്നിക്കുന്നു, ഞാൻ പാടി. തിങ്കളാഴ്ച രാവിലെ എൻ്റെ അനുജൻ ഫോൺ വിളിച്ചു, അമ്മച്ചി പ്രത്യാശ വെച്ച പ്രിയനിൽ ചേർന്നു എന്നറിയുവാനിടയായിത്തീർന്നു. ദുഃഖമുണ്ട് പ്രിയമുള്ളവരെ, എന്നാൽ അതിനപ്പുറമായ സന്തോഷമുണ്ട്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് അത്യുത്തമമാണ്. ഇവിടെ ആബ്സെന്റ് ആയിരിക്കുന്നുവെങ്കിലും ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയമാതാവ് പ്രസന്റ് ആയിരിക്കുന്നു. ദുഃഖത്തുമുഖരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ദൈവ കൽപ്പന അനുസരിക്കുവാൻ കഴിയാതെ വണ്ണം മറുതലിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കുന്നു നാം അറിയുന്നില്ല, കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുന്നു നാം അറിയുന്നില്ല. ഇത് രണ്ടും നിശ്ചയമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഒരുങ്ങുവാനുള്ള അവസരമുണ്ട്. കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു ദൈവ പൈതലായി ഒരു പ്രത്യാശയോടുകൂടി മരണം വന്നാലോ കർത്താവിൻ്റെ വരവ് വന്നാലോ ആ നിത്യതയിൽ കാണപ്പെടുമെന്നുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അടിയങ്ങളുടെ കുടുംബത്തിലുള്ള 6 സഹോദരങ്ങളുടെയും 2 സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം പ്രത്യാശ ഈ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൃപ തരുമാറാകട്ടെ. പ്രത്യേകാൽ ഈ കുഞ്ഞുങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മെ വിട്ട് പ്രിയ മാതാപിതാക്കൾ മാറ്റപ്പെട്ടു. ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്, കുഞ്ഞുമാതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനില്ല. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് അവിടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭൗതിക ഉയർച്ച ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നിശ്ചയമായി തീരും. വചനം പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. അത് നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കാണപ്പെടണം. ദൈവം നമ്മെ അനുഗ്രഹിച്ചത് മൂലം ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. എല്ലാവരും പ്രത്യാശയുടെ തുറമുഖത്ത് കാണുവാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയോടുകൂടി നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സിംഗപ്പൂർ സഭയുടെ പ്രത്യേക പ്രത്യാശ അറിയിക്കുന്നു. പ്രത്യേകാൽ ഈ സഭയുടെ ആയിരിക്കുന്ന 2 കുടുംബങ്ങൾ അവരുണ്ട്. അവരെയും നാമത്തിലുള്ള പ്രത്യാശയും വന്ദനവും ഈ കുടുംബത്തെ അറിയിക്കുന്നു, കുഞ്ഞുങ്ങളെ അറിയിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. 8 മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും അവരുടെ കൊച്ചുമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് TPM സഭയിലെ ശുശ്രൂഷകൻ ആന്റണി 2 വാക്കും പറയും. അതിനുശേഷം കൊയറൊരു ചരണം പാടും. ദൈവത്തിന് സ്തോത്രം. പ്രിയ മാതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തപ്പെട്ടതിനാൽ ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും സ്നേഹിതരെയും ചർച്ചക്കാരെയും കർത്താവ് തൻ്റെ വചനം കൊണ്ട് ആശ്വസിക്കുമാറാകട്ടെ. ഈ സ്ഥലത്തിൽ ഞാൻ ഈ മാതാവിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം ഈ മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. തൻ്റെ കഷ്ടതയിലിരിക്കുമ്പോൾ ഒരേ ഒരു പ്രാവശ്യം വന്ന് ഈ പ്രിയ മാതാവിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിലയേറപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരും കുഞ്ഞാടിൻ്റെ പരിശുദ്ധ ഗണത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കളുടെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വേദപുസ്തകത്തിലെ വാക്കുകൊണ്ടാണ് ഞാനിവിടെ പറയുവാൻ താല്പര്യപ്പെടുന്നത്. മനസാക്ഷി യുഗത്തിലെ ജീവിച്ചിരുന്നതായ ഭക്തനായ യോബ് തൻ്റെ പുസ്തകത്തിൽ താൻ ഇപ്രകാരം എഴുതി വെച്ച് 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭൂമിയിൽ മനുഷ്യനുക്ക് ഇത്ത സേവനമില്ലയോ? പ്രിയ മാതാവ് ഈ
ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അനേക യുദ്ധങ്ങൾ ചെയ്ത് ആ യുദ്ധം ആത്മീകമായിട്ടും ഭൗമികമായിട്ടും ചെയ്തിട്ടുണ്ട്. എന്നാൽ അനവധി കൂടുതലായിട്ട് ഈ മാതാവ് ആത്മീകമായിട്ട് യുദ്ധങ്ങൾ ചെയ്ത് ഈ മാതാവ് ആഗ്രഹിച്ചതായ തുറമുഖത്തിലേക്ക് പോയി എത്തിച്ചേർന്ന് വേദപുസ്തകത്തിലെ മനസാക്ഷികത്തിലെ ജീവിച്ചതായ ഭക്തൻ ഇപ്രകാരം പറയുമ്പോൾ, ലണ്ടൻ പട്ടണത്തിലെ ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞ് ആർമിയിലെ ജീവിച്ചിരുന്നതായ വില്യം ബൂത്ത് താൻ ഇപ്രകാരം തന്റെ പടക്കളത്തിൽ ഒരു വാക്ക് പറയാറുണ്ട്. ആരെങ്കിലും മരിച്ചാൽ താൻ മരണമെന്ന് പറയാറില്ല. വില്യം ബൂത്ത് താൻ പറയുന്ന ഒരു വാചകമാണ്, വിശ്വസ്തദാസനെ നിന്റെ പടവാൾ താഴെ വെച്ചുകൊണ്ട് നീ എന്നോട് മടങ്ങിവാ എൻகிறതായ വാക്കാണ്. താൻ മരണം സമയം ആരെങ്കിലും ഒരു യുദ്ധം ചെയ്യുന്ന പടക്കളത്തിൽ ഒരുത്തൻ മരിച്ചുപോയാൽ താൻ പറയുന്ന വാചകമാണ്. ഞാനും ഇപ്പോഴും ഈ മാതാവിന്റെ മുൻപ്, ഈ മൃദു ശരീരത്തിന് മുൻപ് ഒരു വാക്ക് പറയുന്ന, ഇദ്ദേഹം ആത്മീകമായ അനേക യുദ്ധങ്ങൾ ചെയ്ത് അത് പറഞ്ഞ പോലെ വിശ്വസ്തദാസനെ നിന്റെ പടവാൾ താഴെ വെച്ചുകൊണ്ട് മടങ്ങിവാ എൻகிறതായ ശബ്ദം കേട്ടപ്പോൾ ഈ പ്രിയ മാതാവ് കർത്താവിന്റെ സന്നിധിയിൽ ചേർത്ത് നമ്മുടെ അരുമരക്ഷകനായ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞ്, വിശ്വസ്തദാസനെ നിന്റെ രാജാവിന്റെ സന്തോഷത്തിൽ നീ പ്രവേശിച്ചാട്ടെ എന്ന് പറയുന്നതായ വാചകം ഈ പ്രിയ മാതാവ് കേട്ട് ആ സമയം പ്രിയ വച്ചതായ ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ പോയി ചേർന്ന് ഇപ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ മൃദുശരീരം ഇപ്പോൾ ഇരിക്കുന്ന നാം എല്ലാവരും ഇവർക്ക് ആശ്വാസവും അനുജോനമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നുണ്ട്. യഹൂദന്മാർ മരിക്കുമ്പോൾ അനേകർ കടന്നു വന്ന് സൗരഭ്യങ്ങളും സുഗന്ധധൂപങ്ങളും കൊണ്ട് വയ്ക്കാറുണ്ട്. അത് ഒരു നിഴലായിരിക്കുമ്പോൾ ഇവരുടെ സാക്ഷ്യമാണ് ഒരു പൊരുളായിരിക്കുന്നത്. അവർ അനേക സൗരഭ്യങ്ങളും അനേക പൂക്കളും കൊണ്ടുവന്ന് യഹൂദന്മാരുടെ മൃദുശരീരത്തിൽ വയ്ക്കുമ്പോൾ ഈ മാതാവിന്റെ നല്ല സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ അനേകർ സൗരഭ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവ കൂട്ടായ്മയിലെ പങ്കെടുത്ത് കർത്താവിന്റെ കാഹള ശബ്ദം ധരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ വാക്കുകളെ ചുരുക്കിക്കൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളട്ടെ. ഈ കുടുംബത്തിലുള്ള പ്രിയ മക്കളെ, കൊച്ചുമക്കളെ, സ്നേഹിതരെ, ചാർച്ചക്കാരെ കർത്താവ് എല്ലാവരെയും ദൈവത്തിന്റെ വചനം കൊണ്ട് ആശ്വസിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രത്യാശയുള്ള തുറമുഖത്തിൽ ഈ മാതാവ് ചേർന്നതുപോലെ നാമും ചേരുവാൻ എന്റെ വാക്കുകളെ ചുരുക്കിക്കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. Em
കർത്താവിൽ പ്രിയരെ, അമ്മച്ചിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ റിലേഷൻഷിപ്പ്, സഭയിലും സമൂഹത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാവുന്ന കാര്യമാണ്. അതനുസരിച്ച് ഈ സമയം അനവധി പേര് അടുത്തുനിന്നും അകലിൽ നിന്നൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സമയം ഉപയോഗിക്കപ്പെടുന്നവരുടെ ആത്മാർത്ഥമായ സഹകരണം നിങ്ങൾ വാക്കിൽ കാണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. തുടർന്ന് വെല്ലിന്തി മർത്തോമ സഭയിലെ വികാരി റവൻ ഫിലിപ്പി ജോർജ്, പാസ്റ്റർ ലാൻസൺ, കുഞ്ഞുമോൻ ബാംഗ്ലൂർ, പാസ്റ്റർ സൂണർ. എത്രയും ബഹുമാനമുള്ള പാസ്റ്റർ ദാസ്, മറ്റ് ദൈവദാസന്മാർ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വിശ്വാസ സമൂഹമേ, വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തെയും ക്രൂശ് മരണത്തെയും സ്വർഗാരോഹണത്തിനുമൊക്കെ മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം ഉപദേശിച്ചു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുകയുണ്ടായി, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. 85 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം ആയുസ്സ് നൽകി, ആരോഗ്യം നൽകി, ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളൊക്കെ നൽകി. ദൈവം നൽകിയതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് തൻ്റെ ജീവിതം വിനിയോഗിച്ച് ഓട്ടം തികച്ച് വിശ്വാസം കാത്തതായിട്ടുള്ള പ്രിയ മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലുള്ള നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നു. എങ്കിലും ആ ദുഃഖത്തിനപ്പുറത്ത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തനിക്ക് ദൈവം നൽകിയതായിട്ടുള്ള മക്കളിൽ ഒരാളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കുകയും കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കണ്ട് സന്തോഷിക്കുവാൻ, ഓരോക്കെയും കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാനും പ്രിയമാതാവിന് സാധിച്ചു. അതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ. വീണ്ടും നമുക്ക് പ്രത്യാശയുടെ തുറമുഖത്ത് ഈ പ്രിയമാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ ഈ ഭൗതിക ശരീരം യാത്രയയക്കാം. അതിന് ദൈവം എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. വെളിയേന്തി യെരുശലേം മാർത്തോമ ഇടവകയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്രകാരം ഒരു അവസരം തന്നതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബം, ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റജിമോൻ സി പാസ്റ്ററുടെ മാതാവ് കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ സ്വർഗം സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നി പിനിയൽ IPC സഭയുടെ അനുശോചനവും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെയും പേരിൽ അനുശോചനം അറിയിച്ച് എൻ്റെ വാക്കിൽ വിവരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ ലാൻസൺ. ഓക്കെ, അടുത്തതായിട്ട്. ഓക്കെ, താങ്ക് യു.
പ്രിയ ഭവനത്തിലെ ഉപ്പാപ്പൻ കുഞ്ഞുമോൻ, അനന്തരമായി പാസ്റ്റർ മോഹൻ. കുഞ്ഞുമോൻ ബാംഗ്ലൂരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായി. ഏകദേശം ആ കാലയളവിലാണ് എൻ്റെ മൂത്ത സഹോദരി മറിയാമ്മ എന്ന് വിളിക്കുന്ന തങ്കമാമയും ചാക്കോ ഫിലിപ്പോസ് എന്ന് പറയുന്നതായ കുഞ്ഞിച്ചനും തമ്മിലുള്ളതായ വിവാഹം നടക്കുന്നത്. ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ സമയമായതുകൊണ്ട് ഭയങ്കര കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സമയമായിരുന്നു. അതിനെ തരണം ചെയ്യുവാൻ വേണ്ടി പ്രിയ അളിയൻ്റെ പിതാവ് ഫിലിപ്പോസ് അപ്പച്ചനും സഹോദരങ്ങളും എൻ്റെ പിതാവും എല്ലാം കൂടെ മുണ്ടന്മാറ ആ സ്ഥലത്ത് കടന്നുപോയി അവിടെ കൃഷി ചെയ്യുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഹല്ലേലൂയ, എൻ്റെ സഹോദരിയും അളിയനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ അവിടെ വന്ന് വളരെ കഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും ഒരുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ അന്ന് ജീവിക്കാൻ പറ്റുകയുള്ളായിരുന്നു. രണ്ടുപേരും അതുപോലെ ഒരുപോലെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം അവർക്ക് ദാനം നൽകിയതായ 8 മക്കളെയും ഈ കഷ്ടപ്പാടിന്റെ മധ്യേ വളർത്തിയെടുപ്പാൻ, ദൈവകൃപയിൽ വളർത്തിയെടുപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വചനം അറിയാതിരുന്നപ്പോൾ തന്നെ പ്രിയ അളിയനും അമ്മയും ആ വചനം അനുസരിച്ചു എന്നുള്ളതാണ്. ആ കഷ്ടതയുള്ളപ്പോഴും ധൈര്യപ്പെട്ടു. നമ്മൾ കഷ്ടത വരുമ്പോൾ ക്ഷീണിച്ചു പോകാറുണ്ട്. പക്ഷെങ്കിൽ കഷ്ടത വരുമ്പോൾ ധൈര്യപ്പെടുവീൻ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കാരണം യേശു ലോകത്തെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ താൻ രക്ഷയിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഫലമായിട്ട് ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി തങ്ങളുടെ സ്ഥലത്തിൽ റോഡരികിലുള്ളതായ ഒരു സ്ഥലം ഒതുക്കി കൊടുക്കുകയും ദൈവത്തിന് സ്തോത്രം അവിടെ ആലയം വെച്ച് ദൈവത്തെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്നു മുതൽ ദൈവം ഹല്ലേലൂയ അവരെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്രകാരം ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞതായ സാക്ഷ്യം കേട്ടുവല്ലോ. അതിലുപരിയായി എനിക്ക് ഹല്ലേലൂയ അധികമായി ഒന്നും പറയുവാനില്ല. എങ്കിലും ഹല്ലേലൂയ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈ മർത്യ ശരീരം അല്പനാളത്തേക്ക് നമ്മൾക്ക് പാർക്കുവാനുള്ളതായ ഒരു കൂടാരമായിരുന്നു. ആ കൂടാരം വിട്ട് സ്വസ്ഥതയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സ്വസ്ഥതയുടെ അനുഭവം കഴിയുമ്പോൾ ഒരു ആത്മീയ ശരീരം കിട്ടും. കാഹളം ധ്വനിക്കുന്നതുവരെ ഈ സ്വസ്ഥതയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കണം. കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ തന്നെ മറുരൂപപ്പെട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ആ സുദിനം നോക്കി വീണ്ടും പ്രിയ സഹോദരിയെയും പ്രിയ അളിയനെയും കാണാം എന്നുള്ളതായ പ്രത്യാശയോടുകൂടെ ഞാനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും സമയം അനുവദിച്ചെന്നായ ദൈവങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. ഭവനത്തിൽ ഉപ്പാപ്പൻ കുഞ്ഞുമോൻ. സ്തോത്രം. സമയത്തിന്റെ ദൗർലഭ്യം അതിഗൗരവമാണ്, ഗുരുതരമാണ്. 2 വാക്ക് മാത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഞങ്ങളുടെ ചേട്ടത്തി നിദ്ര പ്രാപിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.
ദൈവത്തെ അറിയുവാനും തൻ്റെ മക്കളെ ഒരു ചൂണ്ടുപലക എന്നവണ്ണം ദേശത്ത് പാർത്ത് ആ മക്കളുടെ നല്ല ഭാവി കാണുവാനും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും ദൈവം തമ്പുരാൻ കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ 2.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ചേട്ടത്തിയമ്മ എൻ്റെ വീട്ടിൽ കടന്നു വരുന്നത്. എനിക്ക് നല്ല ഓർമ്മയില്ലായിരുന്നുവെങ്കിലും ഞങ്ങളുടെ അമ്മയായിട്ട് ഇന്നും ജീവിച്ചു. ഈ തിങ്കളാഴ്ച വരെയും ഞങ്ങളുടെ അമ്മയായിട്ട് ജീവിച്ചു. അതിൽ പരം ഏറ്റവും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ അമ്മയുടെ മുട്ടന്മേലുള്ള പ്രാർത്ഥന. ഞാൻ അവധിക്കൊക്കെയും ചെല്ലുമ്പോഴൊക്കെയും ആ ഭവനത്തിൽ ഞാൻ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞുകൂടുമായിരുന്നു. അപ്പോഴൊക്കെയും രാത്രിയുടെ സമയങ്ങളിലും ആ അമ്മച്ചിരുന്ന് കണ്ണുനീരോടുകൂടിയുള്ള ആ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഈ മക്കളുടെയൊക്കെയും ഉയർച്ചയ്ക്കും എല്ലാം കാരണമായിട്ട് നിന്ന് ഞാൻ നിസ്സംശയമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഈ 4-5 ദിവസം മുമ്പേ ആശുപത്രിയിലായിരുന്ന സമയത്തും ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, മോനെ ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, നിത്യത്തിലേക്ക് പോകണം, ഞാനിന്ന് സ്വർഗത്തിൽ പോകും, അതിന് യാതൊരു സംശയമില്ല. എൻ്റെ അമ്മച്ചി അങ്ങനോടാണ് എന്നോട് പറഞ്ഞത്. നിത്യത്തിലേക്ക് പോകണമെങ്കിൽ അതിന് നീ ചെയ്യേണ്ടത് ചെയ്യണമെന്ന് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും എന്ന് യാതൊരു സംശയമില്ല. ആ പാതകളൊക്കെ സ്വീകരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ ഇടവരുത്തട്ടെ. മക്കളുടെ സന്തോഷം കാണുകയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയുവാനും ദേശത്ത്. അതുപോലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് വിട്ടുപോയി. കർത്തൃദാസന്മാരെ എങ്ങനെയാണ് മാനിക്കേണ്ടതെന്നുള്ള ഈ അമ്മച്ചി സിദ്ധത്തോട്ടിൽ എപ്രകാരം മുണ്ടമ്പാറയിൽ കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാരെയും അവരെ മാനിക്കേണ്ട രീതിയിൽ മാനിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അവരുടെയൊക്കെ ഒരു ശുശ്രൂഷകയായി ഇരുന്ന് അമ്മച്ചി ഈ ലോകത്തു നിന്ന് കടന്നുപോയി. വലിയ സന്തോഷമുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ മക്കളുടെ മേലുണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ മക്കൾ സന്തോഷമുള്ളവരായി ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുമായി രജിമോൻ്റെ ശുശ്രൂഷയിലൊക്കെ എനിക്കൊരു ദിവസം കാണുവാനായിട്ട് സാധിച്ചു, സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു. അതിലെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തീരുവാനായിട്ട് സാധിച്ചു. ദൈവം കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് വടശ്ശേരിക്കര സെൻട്രലിന്റെ സെക്രട്ടറിയായി സുസ്ഥിരമായി സേവനം ചെയ്യുന്ന പാസ്റ്റർ മോഹൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമച്ചിയുടെ വേർപാടനുബന്ധിച്ചാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമച്ചി പ്രത്യാശ വെച്ച നാട്ടിലേക്ക് യാത്ര പോയിരിക്കുന്നു. തന്റെ ഭൗതിക ശരീരം ഇവിടെ ശേഷിച്ചിരിക്കുന്നു. തന്റെ അഭൗതിക ശരീരത്തെ മണ്ണിൽ നിന്നെടുത്തതാകിയാൽ മണ്ണിലേക്ക് തിരിച്ച് കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയായതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത്. പ്രിയമച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവതിയ. കാരണം ഭൂമിയിൽ വെച്ച കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവിക കൽപ്പനകളെ അനുസരിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ശരീരത്തിൽ സമ്മേളിച്ച് വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി ജീവിച്ച മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് ദീർഘായുസ്സോടുകൂടെ ഭൂമി ജീവിച്ച അമ്മച്ചിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ നല്ല പാത പിന്തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ. മേലേത്ത് കുടുംബം IPC വണ്ണസരിക്ക് സെന്ററിന് ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ റെജിമോൻ സിയവറുകൾ തന്റെ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ നേതൃത്വമൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. IPC വടശ്ശേരിക്കര സെന്ററിലെ എല്ലാ ലോക്കൽ സഭയുടെയും കർത്തൃദാസന്മാരുടെയും ദുഃഖവും പ്രത്യാശ രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേറൊരു ചരണം പാടും. രോഗമെന്നെ പിടിച്ച ദേഹം
ക്ഷയിച്ചാലുമേ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സമയമെടുക്കുന്ന പ്രിയപ്പെട്ടവർ എപ്പം തുടങ്ങുന്നുവെന്നും എന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നല്ല ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ സമയം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. സ്തോത്രം. സമയത്തിന് നിയന്ത്രണമുണ്ട്, നിരോധനമില്ല. തുടർന്ന് IPC കർമ്മേൽ ചാന്തുകാവ് സഭയിലെ സോദരി സമാജത്തിന്റെ പ്രതിനിധിയായിട്ട് സിസ്റ്റർ പൊന്നമ്മ മാത്യു രണ്ടു വാക്ക് പറയും. അതിനുശേഷം പാസ്റ്റർ MD തോമസ്, പാസ്റ്റർ ജോർജ് K ജോയി, പാസ്റ്റർ തോമസ് വറീസ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ച് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേർപാട് എപ്പോഴും ദുഃഖമുളവാക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ചും നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ വേർപെട്ടു പോകുമ്പോൾ നമുക്ക് വളരെ ദുഃഖവും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശയുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് തങ്ങളുടെ വേർപെട്ടവരെ പിന്നെയും കാണാമെന്നുള്ളത്. ആകയാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുമ്പോൾ ആ നിത്യതയിൽ പിന്നെയും കാണാം എന്നുള്ളതായ പ്രത്യാശയിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയ മാതാവിന് ദൈവം അവസരം കൊടുത്തു. ഒരു നല്ല മകളായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല മാതാവായി, ഒരു നല്ല ഗ്രാൻഡ്മ ആയിട്ടൊക്കെയും ഇത്രത്തോളം ജീവിച്ചു. മക്കളുടെ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടു അനുഭവിച്ചു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാം. IPC കർമ്മേൽ ചാന്തുകാവ് സഭയുടെ സോദരി സമാജത്തിൻ്റെയും അതുപോലെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പത്തനംതിട്ട സെൻട്രൽ സോദരി സമാജത്തിൻ്റെയും കേരള സ്റ്റേറ്റ് സോദരി സമാജത്തിൻ്റെയും ഫെയ്ത്ത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൻ്റെയും ക്രിസ്ത്യൻ വിമൻസ് അസോസിയേഷൻ്റെയും പേരിലുള്ള എല്ലാ ദൈവീക പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. 85 വയസ്സ് ഈ ഭൂമിയിൽ പാർക്കുവാനും അറിഞ്ഞ സത്യത്തിനു വേണ്ടി വളരെ വിശ്വസ്തയോടും പരമാർത്ഥതയോടും കർത്താവിനെ സ്നേഹിപ്പാൻ പ്രിയ മാതാവിനെ ദൈവം കൃപ ചെയ്തു. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും നമ്മൾ അരിഷ്ടന്മാരാണല്ലോ. ദാനിയേലിനോട് പറയുമ്പോൾ, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രിയ മാതാവ് ഇപ്പോൾ വിശ്രമിക്കുകയാണല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. എന്റെ കുടുംബത്തിന്റെയും ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന കരിങ്കുറ്റിക്കൽ IPCയുടെ പ്രത്യാശയെ അറിയിപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 85 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് നിത്യത ചേർക്കപ്പെട്ടതായ പ്രിയ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ നാം ആയിരിക്കുന്നത്. ഒരു ഭക്തയായി ജീവിപ്പാനും
ഒരു നല്ലൊരു അന്ത്യം പ്രാപിപ്പാനും പ്രിയ മാതാവിന് കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന വർഷിപ്പ് സെന്റർ സഭയുടെയും അതുപോലെ തന്നെ പത്തനംതിട്ട പത്രികാ സംഘടനയുടെ പേരിലുള്ളതായ PIPയുടെ പേരിലുള്ളതായ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. 85 സംവത്സരങ്ങൾ ലോകത്തിൽ ജീവിച്ച് അനുഗ്രഹീതമായിട്ടുള്ള ആത്മീയ ജീവിതം നയിച്ച് മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ആ വഴിക്ക് നയിച്ച് അനുഗ്രഹീതമായ നല്ല മാതൃകകൾ കാഴ്ചവെച്ച് വിശ്രമത്തിനായി വാത്സല്യ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നുവല്ലോ. ഒരു വേദഭാഗം ഞാൻ വായിച്ചുകൊള്ളട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവനായി തന്റെ പൂർണ്ണ ക്ഷേമത്തിൽ മരിക്കുന്നു. അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവന്റെ അസ്ഥികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു, നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല. ജീവിതത്തിൽ മക്കളുടെയും അത് കൊച്ചുമക്കളുടെയും ഒക്കെ നന്മകൾ അനുഭവിച്ച് അത് അനുഗ്രഹീതമായ ജീവിതത്തിന് ഉടമയായിരുന്ന വാത്സല്യ മാതാവ് പ്രത്യാശയോടെ അക്കരെ നാട്ടിലേക്ക് എത്തിച്ചേർന്നുവല്ലോ. എത്രയും താമസമിന കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ കർത്താവിൻ്റെ ദാസിയെ നമുക്ക് കാണാം എന്നുള്ള ആ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മഞ്ഞനിക്കര ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയും ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. ദിവസം അതുപോലെ ഭൂവിലെ വാസവും നീങ്ങിപ്പോകും. നീയതു ധ്യാനിച്ചീശങ്ങൾ ആശ്രയം പുതുക്കണം ഈ ക്ഷണത്തിൽ. ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളീ, ഏഴകൾ നമ്മെ പാലിപ്പാൻ. ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ദൈവമക്കൾക്ക് സംശയമില്ല. കാരണം മരിച്ച് അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സംശയരഹിതമായി പറയുന്നു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. യേശു ഒരു മരണ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. തുടർന്ന് പിതാവിന്റെ ദാസന്മാരായ പാസ്റ്റർ ജോണിക്കുട്ടി, പാസ്റ്റർ ജോണി, ബ്രദർ എം മത്തായി.
വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ദൈവദാസന്മാരുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നേ പകലിൽ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു. നീണ്ട 34 വർഷമായി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരിയായി കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ആത്മീയ സൂക്ഷാവേദികളിലും കൈത്താങ്ങൽ തന്ന് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാ ഇടങ്ങളിലും അവിടുത്തെ ഒരംഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവനെ ഇടയാക്കി. ആ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന ആശുപത്രിയിലും ഒരാഴ്ചയായി വാത്സല്യ ഭവനത്തിൽ നടന്ന എല്ലാ സൂക്ഷികളിലും ചാന്തകാവസ്ഥയിലെ കർത്താവിൻ്റെ ദാസന്മാർ ചേർന്ന് സൂക്ഷിപ്പാൻ ദൈവം അവസരം തന്നു. തുടർന്ന് അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദിവസം ഇരുന്നു കൊള്ളുന്നു. ജോണി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ച് എനിക്ക് 64 വർഷത്തെ പഴക്കമുണ്ട്. ആദിമ ദേശനിവാസികളുടെ നടുവിൽ ആ പ്രദേശത്ത് 4-5 കുടുംബങ്ങളാണ് ശക്തമായി നിലകൊണ്ടിരുന്നത്. എൻ്റെ 1 വയസ്സ് മുതൽ ഈ വാത്സല്യ കുടുംബമായിട്ട് മക്കളെന്ന നിലവാരത്തിൽ ഇടപെടുവാൻ എനിക്കിടയായിട്ടുണ്ട്. പ്രിയ മാമയുടെ 8 മകളുടെ കൂടെ ചേർന്ന് മുൻപ് പ്രിയ കർത്തദാസൻ സിംഗപ്പൂരിൽ വന്ന കർത്തദാസൻ പ്രസംഗിച്ചതുപോലെ അവരുടെ മക്കളുടെ കൂടെ ഒരു മകനായി ഞാൻ വളർത്തപ്പെട്ടു. എൻ്റെ 10 വർഷത്തിന് ശേഷം ഒരു കർത്തൃവേലയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയം മുതൽ ഒരു കർത്തൃവേലക്കാരെന്നുള്ള നിലവാരത്തിൽ കൂടിയും എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ആ കുടുംബത്തിൽ നിരന്തരമായി കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവമിടയാക്കി. ബഹുവിധമായ ഗുണവിശേഷങ്ങൾ പ്രിയ മാതാവിനുണ്ടായിരുന്നു. പ്രാർത്ഥിക്കും, അപ്പോൾ തന്നെ ദൈവദാസന്മാരെ ബഹുമാനിക്കുമായിരുന്നു. അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഉയർച്ച കണ്ട് അവരുടെ കൂടെ ചില ദീർഘകാലങ്ങൾ വസിപ്പാൻ ദൈവം ഈ ഭാഗ്യം നൽകി. വാത്സല്യ കുഞ്ഞുങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നമുക്കും ഇതുപോലെ ഒരു വേർപാട് ഒരു ദിനത്തിൽ ഉണ്ടാകുമ്പോൾ നിത്യത നമുക്ക് ലഭ്യമാകുമോ എന്നുള്ള ചിന്തയോടുകൂടെ ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ ക്രിസ്തുവിൽ ഒരു കർത്തദാസനുള്ള ഭാഗത്ത് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സർവ്വവിധമായ ആശ്വാസങ്ങളും സർവ്വവിധമായ നന്മകളും ജീവിൽ ശേഷിച്ചിരിക്കുന്ന തലമുറകളുടെ മേലും അവരുടെ കുടുംബത്തിന്മേലും സർവശക്തനായ ദൈവം നൽകട്ടെ. സർവ്വവിധമായ സമാധാനം കൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ആശ്വസിക്കാം. കർത്താവിൻ്റെ വരവെങ്കിൽ പ്രിയ മാതാവിനെ നമുക്കൊരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇടയ്ക്കാട് IPCയുടെ ബന്ധത്തിൽ നിൽക്കുന്ന ഞാനും ഞങ്ങളുടെ സഭയുടെയും അനുശോചനങ്ങൾ അർപ്പിച്ച് വാക്കിൽ വിരമിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാടുള്ള ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു, ദുഃഖം അറിയിക്കുന്നു, പ്രത്യാശ അറിയിക്കുന്നു. മുണ്ടമ്പാറ മാസയോത്തിനൊക്കെ പോകുമ്പോൾ സമയങ്ങളിൽ അവിടെയുള്ള വീട്ടിലൊക്കെ പണ്ട് കയറാറുണ്ട്. ഈ അമ്മച്ചി ഇപ്പോൾ ഈ കിടക്കുന്ന ഓർക്കുന്നു. പക്ഷേ അമ്മച്ചി നല്ല സ്മാർട്ടായ ഒരു അമ്മച്ചിയായിരുന്നു. വിടുപിടിക്കായിട്ട് അന്നൊക്കെ അവിടെ നടക്കുന്ന ഓർക്കുന്നു. അപ്പച്ചനൊക്കെ അവിടെ ചെന്നാലും പ്രത്യേകം അവിടെ കയറിയിരിക്കുമ്പോൾ ചായയൊക്കെ തന്ന് സ്വീകരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അപ്പച്ചൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് വരുവാനിടയായി. അന്നേലും അമ്മച്ചി വളരെ പുഞ്ചിരിയോട് സ്വീകരിപ്പാനൊക്കെ ഇടയായി. മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് നല്ലതാണെങ്കിൽ മക്കൾ അതിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. പ്രിയ മാതാപിതാക്കൾ നല്ല തിരഞ്ഞെടുത്തു. നമ്മുടെ തിരഞ്ഞെടുപ്പാണല്ലോ നമ്മുടെ വിജയത്തിന് കാരണം, അധപതനത്തിന് കാരണം. അതുകൊണ്ട് മക്കളെല്ലാം അനുഗ്രഹമുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി, ദൈവത്തെ സേവിക്കുന്നവരായി തീരുവാൻ ദൈവടിയാക്കി. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അറിയാവുന്ന റിജി പാസ്റ്റർ കുടുംബമാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവം എൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് PIPയുടെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനയിലൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, പ്രിയ കുടുംബങ്ങൾ, നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇന്നിവിടെ കണ്ട പോലെ തന്നെ മുഖാമുഖമായി പുതിയ ശരീരത്തോടുകൂടി, വീണ്ടെടുക്കപ്പെട്ട ശരീരത്തോട് വീണ്ടും കാണാം. ആ പ്രത്യാശയ്ക്കായി കാത്തിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായി IPC കർമ്മേൽ ചാന്തകാവ് സഭയുടെ
സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട പുടിക്കുഞ്ചായൻ 2 വാക്ക് പറയും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. ഈ കുടുംബം ഇവിടെ താമസമായ കാലം മുതൽ വളരെ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും സൗമ്യതയോടെയും ആളുകളോട് പെരുമാറുന്ന ഒരു കുടുംബമാണ് എല്ലാവരും എന്ന് പറയുന്നതിൽ സംശയമില്ല. റെജി പാസ്റ്ററെ വളരെ അനുഗ്രഹപ്രദമായി എല്ലാവർക്കും മാതൃകയായി കുടുംബമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. മാത്രമല്ല റെജി പാസ്റ്ററുടെ ഭാര്യയായി മാതാവിനെ വളരെ നന്നായി ശുശ്രൂഷിച്ചു. അത് മറ്റുള്ളവർക്ക് സാധാരണ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് കിട്ടാത്ത ഒരു നേട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി എല്ലാവരും നല്ല കാര്യം പറഞ്ഞു. ഒരു വാക്ക് ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിച്ചുകൊള്ളാം. ഇയ്യോബിന്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഹല്ലേലൂയ 10 മക്കളെ ഉണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും. എല്ലാ സ്വത്തും ഇരട്ടി കൊടുത്തു. എങ്കിലും ഹല്ലേലൂയ ദൈവം ആ സമയത്ത് കൊടുക്കാതിരുന്നത് 10 മക്കളെ മാത്രമേ ഉള്ളൂ. എന്നാൽ 10 മക്കളെ കൊടുത്തില്ല. 10 മക്കളോ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിക്കുന്ന വരുവരുമ്പോൾ നമ്മളൊക്കെയും ചെല്ലുമ്പോൾ ഇയ്യോബിനെ 20 മക്കളുമായി സന്തോഷിച്ച് കാണുവാൻ അവിടെ സാധിക്കും. ഒരു വാക്കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇരുന്നു കൊള്ളാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കല്ലറയിൽ അടക്കി, രാഷ്ട്രീയ നേതാക്കന്മാരെ അടക്കി, പ്രധാനമന്ത്രിമാരെ അടക്കി, ഹല്ലേലൂയ രാജാക്കന്മാരെ അടക്കി. ഹല്ലേലൂയ. അവരുടെ ഉള്ളൊക്കെയും കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുന്നു. തുറന്നു കിടക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അവൻ എവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കാം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചാന്തുകാവ് സൺഡേ സ്കൂളിന്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഒരു ചരണം പാടും. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞുയൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമൻ അന്ത്യം വരെ. കരളലിഞ്ഞുയൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമൻ അന്ത്യം വരെ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയുമന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയുമന്നു തീരും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. കർത്താവിന്റെ ദാസന്മാർ ഓരോ വാക്കിൽ അനുസ്മരണം പറയും.
Pastor K.M. Samuel, Pastor P.P. George, Pastor Chaka Thomas. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ദാസനായ സഖരിയാവ് തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം വീട്ടിലേക്ക് പോയി എന്ന് അവിടെ വായിക്കുന്നു. ഈ പ്രിയമാതാവ് കഴിഞ്ഞ 85 വർഷക്കാലം ഭൂമിയിൽ ജീവിപ്പാനും മക്കളെയും മക്കളുടെ മക്കളെയും കാണുവാനും അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് നേരായ പാതയിൽ നടത്തപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. ഈ പ്രിയ മാതാവ് ചർച്ചിനൊരു അനുഗ്രഹമായിരുന്നു. ഈ പ്രിയ മാതാവ് അയൽഭവങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ഈ പ്രിയമാതാവ് ദേശവാസികൾക്ക് എല്ലാം ഒരു അനുഗ്രഹമായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ ഉള്ളിൽ അംഗീകരിച്ച് ദൈവത്തിൻ്റെ കൃപയോടുകൂടി മുൻപോട്ട് ജീവിച്ച മുഖാന്തരം നിങ്ങളുടെ ആത്മീയ അനുഗ്രഹങ്ങൾ അത് പ്രാപിച്ച കുഞ്ഞുങ്ങളെ തലമുറയെ കണ്ട് സന്തോഷിക്കാൻ കൊടുത്തായ നന്മ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നതായ ആ കുഞ്ഞുങ്ങൾ മക്കൾ ചർച്ചയുള്ള പ്രിയപ്പെട്ട ഒക്കെയും കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമാധാനം തരുന്നതല്ല, ആ ദൈവം സമാധാനത്താൽ അവരെ ആശ്വസിക്കുമാറാകട്ടെ. എൻ്റെയും പെനിയർ ചർച്ചിൻ്റെയും ക്രിസ്തീയ പ്രത്യാശയിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും സാക്ഷാൽ കർത്താവിൻ്റെ വചനപ്രകാരം ദൈവീയ കൽപ്പനയനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കണമിടയായിത്തീർന്നു. പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്നതായ പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, ചാർച്ചക്കാർ, ബന്ധുക്കാരായവരോട് ചേർന്ന് ഞാനും ദുഃഖത്തിൽ പങ്കുചേരുകയും ക്രിസ്തീയ പ്രത്യാശയങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവവചനപ്രകാരം ജീവിച്ച് മരിച്ചടക്കപ്പെട്ടിരുന്നവർക്ക് പ്രത്യാശയുള്ളത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ആകയാൽ പ്രിയ മാതാവിനെ അന്ന് ഒന്നിച്ചു കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവത്തിന്റെ വചനത്താൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. എന്റെയും എന്റെ കുടുംബത്തിനെയും ഉൾപ്പെട്ട് നിൽക്കുന്ന എന്റെ ബന്ധവും ദൈവസഭ വടക്കുപുറം സഭയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവസഭയിൽ ഇരിക്കുന്നു. Pastor P.P. George, Pastor Shibu Joseph, Mumbai. കർത്താവിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നാം ദുഃഖിതരായി പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ എൻ്റെ അനന്തരവധിയാണ്. 85 വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു മാതൃക ജീവിതം നയിച്ച് ദൈവദാസന്മാരെ മാനിച്ച് സഭയ്ക്ക് വേണ്ടതും പ്രവർത്തിച്ച് ഒരു മാതൃക കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായി അവൾ ജീവിച്ച് വിശ്രമമായ സമയമായപ്പോൾ കർത്താവ് വിളിച്ചു ചേർത്തു. വേർപെടുന്നതിന് മുമ്പേയും കടന്നു വന്ന് വേർപെട്ടും കടന്നു വന്ന് ഓടി വരാൻ ഇപ്പോൾ എനിക്ക് 90 വയസ്സ് പ്രായമുണ്ട്. ജോണിക്കുട്ടി എൻ്റെ മൂത്ത മകനാണ്, പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് മാറിയ ആൾ. ഞങ്ങൾക്കും തലമുറ നല്ലത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങളുടെ മക്കളോട് ഒരുമിച്ച് ഒരു നല്ല യാത്രയപ്പ് പ്രിയപ്പെട്ട മറിയാമ്മയ്ക്ക് കൊടുത്ത് ഇവിടെ അയക്കാൻ ഇന്ന് രാവിലെയും കടന്നു. ക്ഷീണിതമുള്ള ശരീരമാണ്, പ്രായാധിക്യത്തിൻ്റെ ബലഹീനതയുണ്ടെങ്കിലും അത് വകവെക്കാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പകലുള്ള കാലം അയച്ചവൻ്റെ വേല ചെയ്യുക, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൗത്യമാകുക. ഇന്ന് പകൽക്കാലം എല്ലാ കർത്തൃദാസന്മാർക്കും നന്ദി അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ നിർവഹിക്കും. Pastor Shibu Joseph, Bombay. തികച്ചും ദുഃഖസാന്ദ്രമായ കണ്ണുനീരിൻ്റെ നനവുള്ളതായ ഈ പ്രത്യേക സാഹചര്യത്തിൽ മാനുഷികമായ വാക്കുകൾക്ക് ആശ്വാസം പകരുവാൻ പരിമിതികളുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമുക്ക് നൽകുന്ന ആശ്വാസത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ദൗത്യവും ഓട്ടവും പൂർത്തീകരിച്ച് നിത്യതയുടെ തീരങ്ങളിൽ വിശ്രമത്തിനായി കടന്നുപോയ
പ്രിയ അമ്മച്ചയുമായിട്ട് ചില നാൾക്ക് മുമ്പ് ബന്ധപ്പെടുവാൻ സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകി. ഞാൻ ബോംബെയിൽ ശുശ്രൂഷിക്കുന്ന IPC സഭയുടെ സജീവ അംഗമായ പ്രിയ സാങ്കുട്ടി ബ്രദറിൻ്റെ കുടുംബം അതാണ് ഇവിടെ എന്നെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രിയമ്മച്ചിയുടെ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖമാണ് നൽകുന്നതെങ്കിലും മരണം നമുക്ക് നഷ്ടമെന്ന് തോന്നിയാലും ദൈവത്തിന് നഷ്ടമല്ല, അത് ലാഭമാണ്. തന്നെ സേവിച്ച തൻ്റെ ഭക്തയെ തൻ്റെ സന്നിധാനത്തിൽ ചേർത്ത് ദൈവം തൻ്റെ കാര്യം കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വിതയ്ക്കപ്പെടുന്ന ഒരു ശരീരമാണ് നാളെ തേജസ്സോടെ ഉയർക്കപ്പെടും. അക്ഷയമായിട്ട് ഉയർക്കപ്പെടുന്ന ഒരു പുനരുത്ഥാനത്തിൻ്റെ നല്ല ദിനം നമ്മുടെ മുൻപിലുണ്ട്. ഈ വാഗ്ദത്തവും പ്രത്യാശയുടെ വാക്കുകളും ഓർത്ത് നമുക്ക് ആശ്വാസം പ്രാപിക്കുകയും കർത്താവിൻ്റെ നാളിൽ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഈ പ്രിയ അമ്മച്ചിയെയും വീണ്ടും മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശ ഇന്ന് പകൽക്കാലം വിശേഷാൽ ഈ കുടുംബാംഗങ്ങളെല്ലാം ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി തന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. പ്രത്യേക നിങ്ങളുടെ സഹോദരങ്ങൾ കുടുംബത്തോട് ഈ അമ്മച്ചിയുടെ എല്ലാ മക്കൾക്ക് അവർ കൊച്ചുമക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ളതായ പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്നതായ ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭ ലോക്കൽ സഭയുടെയും IPC മഹാരാഷ്ട്ര പ്രസിഡന്റിന്റെ പ്രത്യേക അനുശോചനം രേഖപ്പെടുത്തണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ P. ജോയ് അവരുടെ പ്രത്യേക ദുഃഖവും അനുശോചനവും ഞാൻ ഈ സമയത്ത് ഈ ഭവനത്തെ പ്രിയപ്പെട്ടവർ അറിയിക്കുന്നു. സർവ്വാശ്വാസങ്ങൾ ദൈവമായിരിക്കുന്നവൻ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവസഭയുടെയും പേരിലുള്ള അനുശോചനവും എല്ലാ കർത്തൃദാസന്മാരുടെയും മഹാരാഷ്ട്രയിലുള്ള വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബ്രദർ അച്ഛൻ കുഞ്ഞ് അതിനുശേഷം വേറൊരു ചരണം പാടും. ദൈവനാമത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ പത്തനാപുരത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ജസ്റ്റിന് പിന്നെ വിളിച്ച് പറയാൻ കൊണ്ടുമിടയായത്. ജസ്റ്റിന് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ദുബൈയിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. ജസ്റ്റിനെയൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് വന്നത്. ഇപ്പം ജസ്റ്റ് വിളിച്ചപ്പോഴാണ് ഇപ്പം ഇവിടെ ആയിരിക്കുന്ന അമ്മച്ചിയുടെ വേർപാട് അറിയാൻ കൊണ്ടുമിടയായത്. ദുബൈ ചർച്ചിൻ്റെ അല്ലെങ്കിൽ സത്വ ബന്ധക്കോസ് ചർച്ച് കൽമലയുടെ ചർച്ചിൻ്റെ പേരിലുള്ള ദുഃഖവും അതുപോലെ അവിടെ ശുശ്രൂഷിക്കുന്ന പൊന്നച്ചൻ പാസ്റ്ററിൻ്റെയും അതുപോലെ ജബലാലി ചർച്ചിൻ്റെയും ദുബൈ ജബലാലി ചർച്ചിൻ്റെ അനുശോചനം ഏർപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരുന്നു. ദുഃഖം കഴിയുമേ ഉണ്ട് പ്രത്യാശയിൻ ദിനം വേണ്ട ദുഃഖം കഴിയുമേ ഉണ്ട് പ്രത്യാശയിൻ ദിനം കർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും കോടാകോടി പ്രിയൻ കൂടെ വാഴുവാ കോടി ശുദ്ധരാ പ്രിയം കൂടെ വാഴുവാ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാവിലി കർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും
പ്രൈസ് ദി ലോർഡ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് പത്തനംതിട്ട സെന്ററിന്റെ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്ന കർത്താവിന്റെ വിരുദാസൻ പാസ്റ്റർ PP മാത്യു അവർ. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബിന്ദുത്രാൾ സഭാവിശ്വാസികൾ, ദേശനിവാസികൾ, അവരെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേർപാട് ഏത് സമയത്തും പ്രായത്തിലും സാഹചര്യത്തിലുമായാലും നമുക്ക് ദുഃഖം ഉളവാക്കുന്നതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ 85 സംവത്സര ഭൂമി ജീവിപ്പാൻ കർത്താവ് നമ്മുടെ വാത്സല്യ മാതാവിന് അവസരം കൊടുത്തു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രസ്താവിച്ചതുപോലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മക്കൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു പിതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അതിന് ആസ്പദമായിരിക്കുന്നത് മാതാപിതാക്കളുടെ മാതൃകാപരമായുള്ള ജീവിതവും ആത്മീകമായ അവരുടെ അവസ്ഥയുമാണ്. ഇപ്പോൾ ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പല കർത്തൃദാസന്മാരും ദൈവങ്ങളും നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആത്മാർത്ഥമായി ആക്ഷരികമായി പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഈ പ്രിയ മാതാവിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് വളരെ ആശ്വാസത്തിന് മുഖാന്തരമായി തീരുന്നത്. വിശേഷാൽ അവർക്ക് ദാനമായി കൊടുത്ത മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കളൊക്കെയും വളരെ അനുഗ്രഹീതരായാണ്. എനിക്ക് ഈ ഭവനവുമായിട്ട് വളരെ ബന്ധമുള്ളത് പാസ്റ്റർ റജി പാഷുമായിട്ടുള്ള ബന്ധത്തിലാണ്. അദ്ദേഹത്തിൻ്റെതായ സ്വഭാവം, പെരുമാറ്റം, ശുശ്രൂഷ, ഇതൊക്കെ യാതൊരു സംശയമില്ല പ്രിയ മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനാശീലമുള്ളൊരു മാതാവായിരുന്നെന്ന് നമുക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണം ഒരു നിത്യമായ ഒരു പ്രതിഭാസമല്ല, താൽക്കാലികമായി നമ്മൾ ഇന്ന് മാറ്റപ്പെട്ടു. കഴിഞ്ഞ 85 സംവത്സരം നമ്മോട് കൂടിയായിരുന്ന അയൽവാസികളുടെ, ദേശനിവാസികളുടെ, സഭക്കാരോടൊക്കെ കൂടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ വാക്കുകളെ കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കാരണം നാം കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കുന്നു എന്നുള്ള ആശ്വാസവചനമാണ് നമുക്ക് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഇത്തരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ അതിലൊക്കെയും ദൈവിക വചനമാണ് ആശ്വസിപ്പിക്കുന്ന. ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെയും ഞാനിപ്പോൾ സൂക്ഷിക്കുന്ന IPC മൈലപ്ര സഭയുടെയും പേരിലും പത്തനംതിട്ട സെന്ററിലുള്ള എല്ലാ IPC സഭകളുടെ പേരിലും IPC കുമ്പനാട് മേഖലയുടെ പേരിലും സൺഡേ സ്കൂൾ പത്തനംതിട്ട ഡിസ്ട്രിക്ട് മേഖല എന്നിവയുടെ പേരിലും ശിഷ്യാൽ പത്തനംതിട്ട സെന്ററിലെ സെന്റർ സൂക്ഷിനായിരിക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ്, അദ്ദേഹം ഷാർജയിലാണ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ശാമ്പനച്ചേലവർ, അദ്ദേഹം ഇവിടെ ഇല്ല, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ, സൺഡേ സ്കൂൾ PA സജീവ പ്രവർത്തനാണ്, അദ്ദേഹത്തിന് പേരിലുള്ളതായ പ്രത്യേകമായ അനുശോചനം അറിയിക്കുന്ന അതുപോലെ ബിനു പി തോമസ്, ഡിസ്ട്രിക്ട് PA പ്രസിഡന്റും പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ അനുശോചനം അറിയിക്കുന്നു. എല്ലാവരുടെയും അനുശോചനം തങ്ങളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശ്വസിച്ച് സമാധാനിപ്പിക്കട്ടെ. അവസരിക്കുന്ന കർത്താവ് പ്രത്യേകമായ നന്ദി. ബോംബെ നിന്ന് വന്ന ബ്രദർ ജോസഫ്, അനന്തരമായി കടമനിട്ട കത്തോലിക്ക പള്ളിയിലെ വികാരി റവറൻ വർഗീസ് കൈതോം. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെതാതൻ ചെയ്യുകയില്ല. ദോഷമായി എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
ശുഭോലാബോല ബറോവൽ റൂഹു കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുന്നതിന് അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആവിർഭാവത്താൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും എഴുന്നള്ളത്താൽ ഭൂതലത്തെ നവീകരിക്കുകയും ശബ്ദത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ആജ്ഞയാൽ കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന വിസ്മനീയ ജീവദാതാവിനെ സ്തുതി.